قالوا وما الرويبضة يا رسول الله قال الرجل التافه يتكلم في أمر العامة. ഒരു കാലം വരും അന്ന് റുവൈബിള ആളുകളായിരിക്കും മുസ്ലിമീങ്ങളുടെ പൊതുപ്രശ്നത്തിൽ അഭിപ്രായം പറയുക. ആരാണ് റുവൈബിള? ഒരു നിലയും പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്ത ആള് മുസ്ലിമീങ്ങളുടെ മൊത്തമായ പ്രശ്നത്തിന് ആണോ പെണ്ണോ ആകട്ടെ പഠിക്കാതെ വിവരമില്ലാതെ മുസ്ലിമീങ്ങളുടെ അഭിപ്രായം ഇന്നതാന്ന് പറഞ്ഞ് ചാനലുകാരന്റെ മുമ്പിൽ ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കുക. ചോദ്യം വരും, ഇവൻ മുസ്ലിമീങ്ങളുടെ റെപ്രസെന്റേറ്റീവ് 16 വയസ്സിൽ കെട്ടിക്കണോ കെട്ടിക്കണ്ടേ? അത് ഉലമാവ് പറയട്ടെ, എന്താണ് അതിന്റെ പൊരുളെന്ന് പണ്ഡിതന്മാർ പറയട്ടെ. എന്തേ ഇപ്പൊ ശരിയാത്ത് അത്തരം നിലപാടുകളിലേക്ക് നമ്മുടെ ഉലമാവ് പോകാൻ കാരണം എന്തേ? ഉലമാവ് വിവരമില്ലാത്തവർ 4 വാക്ക് സംസാരിക്കാൻ കഴിയുന്ന സാധാരണക്കാരന് ഇൽമ പഠിക്കാതെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദീനിന്റെ ഇൽമില്ലാതെ അങ്ങോട്ട് പറയുന്നത്. എത്രയോ ചില മുസ്ലിം പെണ്ണുങ്ങൾ വരെ അത്തരം വിഷയങ്ങൾ എതിർത്ത് സംസാരിച്ചു എന്നൊക്കെ കേൾക്കാൻ ഇടയായി. എന്താണ് ഇപ്പൊ പറയുന്നത്? ദീൻ നമ്മൾ സെക്യുലറിസ്റ്റുകളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന വർത്താനം ബാധകമല്ല. നമ്മൾ സെക്യുലറിസ്റ്റാ പറയുന്നത്, അള്ളാന്റെ ദീനല്ല പറയുന്നത്. നമുക്ക് തോന്നുന്ന ഇഷ്ടപ്പെടുന്നത്, നമുക്ക് യുക്തമെന്ന് തോന്നുന്നത് ഇതാ നമ്മൾ പറയുന്നതെങ്കിൽ 18 21 എന്തോ പറഞ്ഞോ അള്ളാഹു പറഞ്ഞ വിഷയമാണ്, ദീനാണ് നമ്മൾ പറയുന്നത്. അവിടെ ശ്രദ്ധിച്ചേവ അത് അതിന്റെ ആളുകൾക്ക് വിട്ടുകൊടുത്തേക്ക് ഫത്വ നൽകി പോയി അത് എന്ത് ചെയ്യാ? ഉലമാവ് പറഞ്ഞോട്ടെ, അവർ പഠിപ്പിച്ചു തരും എന്തിനാണ് ഈ പറയുന്നത്, എന്തേ 16 എന്തിനെ ഒച്ചപ്പാടുണ്ടാക്കേണ്ട വല്ല കാര്യം. മുസ്ലിമീങ്ങളുടെ പൊതുപ്രശ്നത്തിൽ അഭിപ്രായം പറയുന്നത് ആര്? 16 കെട്ടിക്കണം എന്ന് പറയുമ്പോൾ 16 പിന്നെ സ്കൂളിൽ നിന്ന് പിൻവലിക്കണം, ടി സി വാങ്ങി പോരുന്ന ആൾക്കാരില്ല. അങ്ങനെ ഉണ്ടോ? അല്ലല്ലോ. അതാണോ ഈ പറഞ്ഞതിനർത്ഥം? എത്ര നല്ല മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും വളരെ അന്തസ്സിൽ ഡിഗ്രിയും PGയും അല്ലെ അതിനപ്പുറത്തേക്ക് വലിയ വലിയ ഉദ്യോഗാർത്ഥികളായി പഠിച്ചു വരുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട്. അൽഹംദുലില്ലാ, പഠിക്കണമെങ്കിൽ പഠിച്ചോട്ടെ. പക്ഷേ ഒരു മുസ്ലിമായ പെൺകുട്ടിക്ക് വിവാഹത്തിലേക്ക് ആഗ്രഹം തോന്നിയാൽ എന്താ വിഷയം? ഓൾക്ക് കല്യാണം കഴിക്കണം. ഓൾ വ്യഭിചരിക്കാൻ പറഞ്ഞേക്കാൻ പറ്റുമോ? അവൾക്ക് കല്യാണം വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയമാണ്. ഹലാൽ മുസ്ലിമല്ല, നമ്മൾ സെക്യുലറിസം പറയുന്നതെങ്കിൽ ഞാൻ പറയുന്നത് അവർക്ക് ബാധകമല്ല. നിങ്ങളുടെ യുക്തി ഇപ്പൊ വ്യഭിചാരം പ്രശ്നമില്ലാത്തവരുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സമ്മതത്തെ എന്ന വ്യഭിചാരത്തിന് കേസില്ല അല്ലെ? മതേതര രാജ്യത്തിന്റെ നിയമം അങ്ങനെയാ. പക്ഷേ ഇസ്ലാം അതല്ലല്ലോ. ഇസ്ലാം അതല്ല, ഇത് മുസ്ലിമിന്റെ വിഷയമാണ്. അത് തീരുമാനിക്കേണ്ടത് ഖുർആനാണ്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വ്യഭിചരിക്കാൻ പറഞ്ഞേക്കാൻ പറ്റുമോ? ഈ കുട്ടിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു, കണ്ടവന്റെ കൂടെ വിളിച്ചോടാൻ നിൽക്കുക. ഈ പെൺകുട്ടിക്ക് അച്ചടക്കത്തിലുള്ള ജീവിതം കൊടുക്കണം. വാപ്പ എന്ത് പറയണം? നീ അവന്റെ കൂടെ വിളിച്ചോടിക്കുമെന്ന് പറയില്ലേ? 18 കഴിഞ്ഞിട്ട് വന്നിട്ട് നിക്കാഹ് ചെയ്ത് തരാം എന്ത് തോന്നി? ഇത് മുസ്ലിമിന് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇത് ഇസ്ലാമിന്റെ കീഴിൽ ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അല്ലാഹുവില്ല എന്ന് പറയുന്നവരോ പടച്ച തമ്പുരാൻ ഈ കാണുന്ന ലോകത്തെ ഇങ്ങനെ പൊട്ടിമുളച്ചതാണെന്ന് വിശ്വസിക്കുന്ന യുക്തിവാദിക്ക് ഒരു പക്ഷേ ഈ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവില്ല. നീ മനസ്സിലാക്കേണ്ട കാര്യവുമില്ല. ഇത് മുസ്ലിമിന്റെ വിഷയമാണ്. ഇത് മുസ്ലിമിന്റെ വിഷയമാണ്. 16 വയസ്സോ അതിൽ താഴെയോ ഉള്ള ഒരു പെൺകുട്ടി എനിക്ക് കല്യാണം വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആ കല്യാണം നടത്തി കൊടുക്കാൻ ലീഗൽ സാങ്ഷനുകൾ കൊടുക്ക്. ഇത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ? 16 കെട്ടിച്ചു വിടണമെന്നാണോ പറഞ്ഞത്? നീ 25 കെട്ടിച്ചോ 35 കെട്ടിച്ചോ, ആർക്കെന്ത് പ്രശ്നം? 16 ഉള്ള ഒരു കുട്ടി, 18ന്റെ താഴെ പ്രായമായ ഒരു കുട്ടിക്ക് ഹലാലായ രീതിയിൽ ഒരു കുടുംബ ജീവിതത്തിലേക്കുള്ള ആഗ്രഹം തോന്നി തുടങ്ങിയാൽ അവളെ വ്യഭിചരിക്കാനോ തോന്നിവാസത്തിനോ പറഞ്ഞേക്കുകയാണോ രക്ഷിതാവ് വേണ്ടത്? അതല്ല, അന്തസ്സിന് നിക്കാഹ് ചെയ്ത് കൊടുക്കലോ. ഇത്രയേ വിഷയമുള്ളൂ. ചാനലുകാരൻ കണ്ട് സെലിബ്രേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത് കേട്ടോക്കുമ്പോ നമ്മളാൾക്കാർക്കും ശരി തന്നെ കേട്ടോ. ഉസ്താദുമാർ അരങ്ങട്ടും കെട്ടി പറഞ്ഞതൊക്കെ എന്ത് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയാം. ദീനിന്റെ വിഷയം എന്താണ് ഈ വിഷയം എന്ന് മനസ്സിലാക്കുന്നത് പഠിക്കുന്നില്ല. അങ്ങോട്ട് ചർച്ച ചെയ്യാൻ അവനവന്റെ യുക്തിക്ക് തോന്നുന്ന ചർച്ചയാണെങ്കിൽ ഇതൊന്നും അവർക്ക് പ്രശ്നമാവില്ല. ഇതവർക്ക് ചെവിയിലേക്ക് കടക്കുക. നമ്മൾ പറയുന്നത് ദീനിന്റെ കാഴ്ചപ്പാടിലാണ്. ഇത്രയല്ലേ വിഷയം ഉണ്ടായിട്ടുള്ളൂ. ഒരു ഉദാഹരണം പറയാം. ഇങ്ങനെ മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ 4 കാശിന് വിലയില്ലാത്ത ആളുകൾ. എങ്ങനെ വിലയില്ല എന്നാ പറഞ്ഞത്? ദീനിയായിട്ട് ഇസ്ലാമിന്റെ വിവരമില്ല, പണ്ഡിതനല്ല, പഠിച്ച ആളല്ല. പക്ഷേ ചാനലുകാരന്റെ മുമ്പിൽ കയറിയിട്ട് പറയാം ആരുടെ സ്വന്തം കുടുംബക്കാരെയാണ് പ്രശ്നമല്ല, മുസ്ലിം ഉമ്മത്തിന്റെ അഭിപ്രായം ഇതാണെന്ന് സ്വന്തം പേരിൽ ലോകത്തിന് പ്രചരിപ്പിക്കൂ. ഇങ്ങനത്തെ ഒരു കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു അത്ഭുതം അറിയോ? ഈ ചാനലുകാരൊക്കെ വരുന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം?
മുസ്ലിം പൊതുവിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ രംഗത്ത് വരുമ്പോൾ ഈ പൊതു അഭിപ്രായ പ്രകടനം എങ്ങനെ പ്രകടിപ്പിക്കുക? അതിന് മീഡിയ വേണം. 4 ആൾ ഇതിന്റെ മൈക്കില്ലാത്ത കാലത്ത്, അല്ലെ, ഇത്തരം സോഷ്യൽ മീഡിയകളില്ലാത്ത കാലത്ത്, ടെലികാസ്റ്റിംഗ് സിസ്റ്റങ്ങളില്ലാത്ത കാലത്ത് 10 ആളുകളുടെ മുമ്പിൽ പറഞ്ഞാൽ മുസ്ലിം ബഹുജനത്തിന്റെ പൊതുഅഭിപ്രായം എന്നൊക്കെ പറയാൻ പറ്റുമോ? അതൊക്കെ പറയും എപ്പോഴാ? ഈ കാലഘട്ടത്തിൽ ഇത് പ്രസക്തമാണ്. ഈ കാലത്ത് ഇത് പ്രസക്തമാണ്. ചാനലുകൾ കൊടുത്താൽ പിന്നെ ലോകം ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ഉണ്ടാക്കിയെടുത്ത മുഴുവൻ നന്മയും ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് ജീവിതം തകരും. ഇപ്പോ അങ്ങനത്തെ പ്രശ്നമുണ്ട്. പണ്ടത്തെ കാലം പോലെയല്ല. ഒരു മിസ്റ്റേക്ക് വന്ന ആ മനുഷ്യന്റെ ജീവിതം തകർക്കുക ചാനലുകാരന്റെ ക്യാമറ കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങോട്ട് ആ മനുഷ്യന്റെ ഒരു നന്മയും പിന്നെ അവിടെ ഇല്ല. അതാണ് അങ്ങോട്ട് തകർക്കെ വിളിച്ചു പറയാൻ. അത് മറ്റവന്റെ കുടുംബക്കാരെയാലും കുഴപ്പമില്ല, അവന്റെ കെട്ടിയുള്ള വിഷയമായാലും കുഴപ്പമില്ല. ഇവർക്ക് എക്സ്ക്ലൂസീവ് ന്യൂസ്. ചാനലുകാർക്കൊക്കെ ചങ്ങല കിടേണ്ട നേരം കഴിഞ്ഞിട്ടുണ്ടെന്ന്. എന്തൊക്കെയാ വിളിച്ചു പറയേണ്ടതെന്ന് അറിയില്ല. എന്തൊക്കെയാ ഒരു സമൂഹത്തിന്റെ അഭിമാനം പിച്ച് ചെയ്യുന്നത്. അവർക്ക് വേണ്ടത് എക്സ്ക്ലൂസീവ് ന്യൂസുകൾ മാത്രമാണ്. അവർക്കത് പ്രശ്നമല്ല. ഒരാളുടെ അഭിമാനം അങ്ങ് തകർന്നിടയും, അവന്റെ കുടുംബവും അവന്റെ തറവാടും അങ്ങ് തകർന്നു വീഴും. ഒരു മിസ്റ്റേക്കിന് വിളിച്ചു പറയാൻ പറ്റുമോ? കുടുംബ വിഷയങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ ഭയങ്കര എക്സ്ക്ലൂസീവ് ന്യൂസുകൾ. മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നത്തിൽ അതിന്റെ ആളുകൾ ഇടപെടട്ടെ, നീ അങ്ങ് കയറി പറയണ്ട. ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഒരു വിഷയം. ഇതാണ് അടുത്ത ഹദീസ് ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസ്. സ്വഹീഹുൽ അൽബാനി എന്ന് പറഞ്ഞാൽ ഏത് പുത്തനാശയക്കാരനും സമാധാനമാകും. സ്വഹീഹുൽ അൽബാനി സ്വഹീഹായ ഹദീസ് എന്ന് പറയാം. യാ മഅശറൽ മുഹാജിരീൻ, ഭയങ്കര إلا فشا فيهم الطاعون والأوجاع التي لم تكن في أسلافهم. വളരെ ചിന്തിപ്പിക്കേണ്ട ഒരു ഹദീസ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് ഒരൽപ്പം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഹദീസ്. എന്താ അവിടുന്ന് പറയുന്നത്? ലം തദ്ഹറിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഹത്താ യുഅ്ലിനൂ ബിഹാ. ഒരു സമൂഹം, മുസ്ലിം അമുസ്ലിം എന്ന് പറഞ്ഞില്ല, ഒരു സമൂഹം വ്യഭിചാരം കൊണ്ടു നടക്കുകയും വ്യഭിചാരം പരസ്യപ്പെടുത്തുകയും ചെയ്താൽ, അത് പരസ്യമായി ചെയ്യുകയോ ചെയ്ത് വ്യഭിചാരം പരസ്യമായി പരസ്യപ്പെടുത്തുകയോ ചെയ്താൽ, ഇല്ലാ ഫശാ ഫീഹിമുത് ത്വാഊൻ, പടർന്നു പിടിക്കുന്ന അസുഖം അല്ലാഹു അവർക്ക് നൽകുക തന്നെ ചെയ്യും. പടർന്നു പിടിക്കുന്ന എപ്പിഡമിക്സ്. അവരുടെ മുൻഗാമികളോ കേട്ടിട്ട് പോലുമില്ലാത്ത അസുഖങ്ങൾ വ്യഭിചരിക്കുന്ന സമൂഹത്തിന് അല്ലാഹു നൽകുമെന്ന് മുത്ത് റസൂലുള്ളാഹി ഡെഫിഷ്യൻസി സിൻഡ്രോം, എയ്ഡ്സ് എന്ന് പറയുന്ന മഹാമാരി എന്ന് പറയുന്ന മഹാമാരി എന്ന് പറഞ്ഞാൽ മരണം കൊണ്ടുവരുന്ന അസുഖം, അത് പകരുന്നതാണ്. അവരുപയോഗിക്കുന്ന നീരിൽ സൂചി, ഇഞ്ചക്ഷൻ എടുത്ത സൂചി ഏതെങ്കിലും ഒരു കുഞ്ഞിന് കൊടുത്താൽ ആ കുഞ്ഞിന് എയ്ഡ്സ് വരെയാണ്. ആ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തില്ല, പക്ഷേ ചെയ്തവന്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങോട്ട് അത് പാസ് ചെയ്യാണ്. ഗർഭം ധരിച്ച ഉമ്മ വ്യഭിചരിക്കുന്നവളെങ്കിൽ അവൾക്ക് എയ്ഡ്സിന്റെ അസുഖമുണ്ടെങ്കിൽ ജനിക്കുന്ന പിഞ്ചു പൈതൽ ജന്മന എയ്ഡ്സുമായി ജനിക്കുന്ന കുഞ്ഞ് ആഹുവിന്റെ പരീക്ഷണമല്ലേ? ആ കുഞ്ഞിന് ഒരു കുറ്റമില്ല. അല്ലാഹു തആല കുഞ്ഞിന് അത് സഹിക്കുന്ന വേദനക്കോ പ്രയാസത്തിനോ എമ്പാടും പകരം അല്ലാഹു കൊടുക്കും. അതാണ്. പക്ഷേ ഈ പ്രയോഗം നോക്കണം. വ്യഭിചാരം ഏത് സമൂഹത്തിൽ പ്രചരിക്കുന്നുവോ, അവര് പരസ്യപ്പെടുത്തുന്നുവോ, ആ സമൂഹങ്ങളിൽ മാറാവ്യാധികൾ വരുമെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ് എയ്ഡ്സ് പോലെയുള്ള ഒരു അസുഖം സമൂഹം കേട്ടതല്ല. അതുകൊണ്ട് പുതിയ പേര് കൊടുത്തത് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എന്തേ? മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രതിരോധം നഷ്ടപ്പെടുത്തുന്ന അസുഖം. എന്തൊക്കെ ടെക്നോളജി ഉണ്ട്, മരുന്ന് കണ്ടുപിടിച്ചോ? ഇല്ല. എന്തെല്ലാം മെഡിസിൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, വല്ലതും നടക്കുന്നുണ്ടോ? നടക്കണില്ല.
മുൻ സമൂഹങ്ങളിൽ ഒരിക്കലും കാണപ്പെട്ടിട്ടില്ലാത്ത പുതിയ പല അസുഖങ്ങളും വ്യഭിചരിക്കുന്ന ആണിനും പെണ്ണിനും വന്നുപെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ഇതൊന്നും കാണാൻ നിങ്ങൾക്ക് ഇടവരുത്താതിരിക്കട്ടെ എന്ന് ദുആ ചെയ്തു റസൂലുള്ളാഹ്. ആർക്ക്? സ്വഹാബത്തിന്. സ്വഹാബത്ത് കണ്ടിട്ടില്ല. അവരുടെ കാലം ഇപ്പോഴല്ലേ നടക്കുന്നത്. ഇപ്പോഴല്ലേ ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്, അപ്ലോഡ് ചെയ്ത് സെൻഡ് ചെയ്യാൻ, വെബ്സൈറ്റുകളിൽ സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യാൻ കണ്ടവൻ ചെയ്യുന്ന തോന്നിവാസം. യാ അല്ലാഹ്, ലോകം മുഴുവത്തില്ലേ ലം തകുൻ ഫി അസ്ലാഫിഹിം. അല്ലാഹു തആല ഏഴ്സ് പോലെയും അതിനോടനുബന്ധമായ മാരക രോഗങ്ങൾ, എത്രയോ പേരുകളിൽ വിളിക്കുന്ന പേരുകൾ, എന്തെല്ലാം അസുഖങ്ങൾ, ഇതൊന്നും മുൻഗാമികളിൽ ഇത് വരിക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വലം യുൻകിസുൽ മിക്യാല വൽ മീസാൻ ഇല്ലാ ഉഖിദൂ ബിസ്സിനീൻ. അളവിലും തൂക്കത്തിലും കച്ചവടത്തിൽ വഞ്ചന ചെയ്താൽ അല്ലാഹു തആല ബിസ്സിനീന, അവർക്ക് ക്ഷാമം വരുത്തി വെക്കുക തന്നെ ചെയ്യും. വശിദ്ദത്തിൽ മുഅന, ജീവിത ചെലവ് വർദ്ധിക്കും. ശിദ്ദത്തുൽ മുഅന, എക്സ്പെൻസ് വർദ്ധിക്കാൻ, ഡെയിലി എക്സ്പെൻസ് വർദ്ധിക്കാൻ. മുഅന എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ്, ശിദ്ദ അത് ഭയങ്കര പ്രയാസമാണ്, ചെലവ് കഴിഞ്ഞു പോകാൻ പ്രയാസം. എന്താ ചാളമൊക്കെ വില, എന്താണ് സാധനങ്ങൾക്ക് വില, ഇങ്ങനത്തെ അവസ്ഥ വരും. എങ്ങനെ വരും? കച്ചവടക്കാർ ആളുകളെ വഞ്ചിക്കാൻ തുടങ്ങിയാൽ അവർക്ക് പൈസ വേണ്ടതുള്ളൂ. അതിന് എന്തോ അറുത്ത് കൊണ്ടുവരുന്ന മൃഗത്തിന് കുളമ്പ് രോഗമുണ്ടോ എന്നൊന്നും ഒരു വിഷയമല്ല. 5 കിലോ ഇറച്ചി ഇത്ര കിട്ടണം, സുബ്ഹാനല്ലാഹ്, അറുത്ത് കൊടുക്കുകയാണ്. എന്തൊക്കെ കുറെ നമ്മൾ ഫുഡ് ഇൻസ്പെക്ടർമാരൊക്കെ എന്തൊക്കെ കൊച്ചിന്നൊക്കെ പിടിച്ചെന്നല്ല, ഏതൊക്കെയോ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന ലിവറും അതൊക്കെ കണ്ട ഷവർമ്മക്കാരനും സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നവനും സമൂസ ഉണ്ടാക്കുന്നവനും കൊടുക്കായി അഴുക്കായി കിടന്ന് പോയിസൺ വെച്ച് സൂക്ഷിച്ചിട്ടുള്ള മാംസം. എന്തിനാ അതൊക്കെ? പൈസ ഉണ്ടാക്കാൻ അല്ലേ? എന്താണിതൊക്കെ? വലം യുൻകിസുൽ മിക്യാല വൽ മീസാൻ, തുലാസ് കനം തൂങ്ങുന്നത് ആളുകൾക്ക് അളന്ന് പാക്ക് ചെയ്ത് കൊടുക്കും. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ അത് 1 ലിറ്റർ ഉണ്ടായിരിക്കണം. 1 ലിറ്ററും 1 മില്ലി ഉണ്ടായിക്കോട്ടെ, പക്ഷെ അത് 1 മില്ലി കുറയാൻ പാടില്ല. 2 കിലോ എന്ന് പാക്കറ്റ് മേടിച്ച് 2 കിലോ വേണം. അത് കസ്റ്റമറുടെ അവകാശമാണ്, റൈറ്റാണ്. ഇത് പറ്റിക്കല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മഴ പെയ്തപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പിറ്റേന്ന് അങ്ങാടിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരാൾ നല്ല ഉണങ്ങിയ ഗോതമ്പിന്റെ ചാക്കിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്, ഗോതമ്പിന്റെ ധാന്യം. തങ്ങൾ എന്ത് ചെയ്തു? അവിടുത്തെ എല്ലാം തങ്ങളാണ്, അവിടുത്തെ ഖലീഫ തങ്ങളാണ്, അവരുടെ അമീർ, അവരുടെ ഇമാം, അവരുടെ ഇൻസ്പെക്ടർ ഒക്കെ നബിയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കയ്യും കിട്ടു ആ ചാക്കിന്റെ ഉള്ളിലേക്ക്. നോക്കുമ്പോ ഉള്ളിൽ നനഞ്ഞ ഗോതമ്പ, മേലെ കാണുന്നത് ഉണങ്ങിയത്. ഒരൊറ്റ വാക്ക് പറഞ്ഞില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഗശ്ശനാ ഫലൈസ മിന്നാ. ഇയാളോട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ, എന്തേ ഇത്? യാ റസൂലല്ലാഹ് അസ്വാഫത്തിനാ സമാ, ഇന്നലെ മഴ പെയ്തു, ഇന്നലെ മഴ പെയ്ത നബി, അതുകൊണ്ട്. എന്നാൽ പിന്നെ നനഞ്ഞു കിടക്കുന്നത് മേലെയും ഉണങ്ങിയത് താഴെയും വെച്ചുകൂടായിരുന്നു? ഞങ്ങളെ വഞ്ചിക്കുകയല്ലേ ഇത്? മൻ ഗശ്ശനാ, ആര് നമ്മെ വഞ്ചിക്കുന്നുവോ ഫലൈസ മിന്നാ, അവൻ മുസ്ലിം അല്ല എന്ന് റസൂലുള്ളാഹി കച്ചവടക്കാരന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടക്കാർ സത്യസന്ധമായി ബിസിനസ് ചെയ്താൽ അംബിയാഇന്റെ കൂടെയാണ്. ഭയങ്കര പ്രത്യേകതല്ലേ? നാളെ അല്ലാഹു തആല ആദ്യം വിചാരണ ചെയ്യുന്ന 3 വിഭാഗമുണ്ട്. അവരുടെ വിചാരണ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരെ അല്ലാഹു വിചാരണ ചെയ്യൂ. അണ്ട് വിളിച്ചു പറയും, പാതിരാത്രി നിസ്കരിച്ചിരുന്ന ആളുകൾ ഇങ്ങോട്ട് വരും. അപ്പൊ അങ്ങനെ കുറച്ച് ആളുകൾ വരും. അടുത്ത ചോദ്യം, കച്ചവടം അല്ലാഹുവിന് വേണ്ടി അല്ലാഹു പറഞ്ഞ പോലെ കച്ചവടം ചെയ്തിരുന്നവർ, കച്ചവടം ചെയ്തിരിക്കുക അല്ലാഹു പറഞ്ഞ പോലെ ജീവിച്ചവർ, അവരിങ്ങോട്ട് വരും. വളരെ ഖില്ല വയഖൂമൂന വഹും ഖില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. യാ അല്ലാഹ്. പക്ഷേ വൈലുൽ ലിൽ മുതഫിഫീൻ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർ. ഈ ചില കച്ചവടക്കാർക്ക് ബാധകമാണ്. ഇന്ന സ്ഥലം ആധാറുണ്ട്, പട്ടയുണ്ട്, അടിയാധാറുണ്ട് ഒക്കെ പറഞ്ഞ് കാശൊക്കെ വാങ്ങിച്ച് അഡ്വാൻസ് വാങ്ങിച്ച് ചെന്ന് നോക്കി രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോ അതിനുള്ള നൂലാമാലകൾ അവിടെ ചെന്നിട്ട് അതൊക്കെ വഞ്ചനയില്ലേ?
വഞ്ചിപ്പിക്കൽ. ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാൻ പാടുണ്ടോ? ആ പൈസ എങ്ങനെ ഹലാലാവുക? എങ്ങനെ ഹലാലാവും? നിങ്ങൾ പറഞ്ഞത് എങ്ങനെ ഹലാൽ? ഇതൊക്കെ നുണയല്ലേ പറഞ്ഞിരുന്നത്? കളവ് പറഞ്ഞിട്ട് എങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റുക? ഒറിജിനൽ ചൈന എന്നാന്നത് ഒറിജിനൽ ജപ്പാൻ ഉണ്ടോ? അപ്പൊ ചൈന കിട്ടാനില്ല. ജപ്പാൻ ഇപ്പൊ ഇന്നലത്തെ സ്റ്റോക്കിൽ വന്നതാ. ഒറ്റ നുണ പോലെ സ്റ്റിക്കർ ഒട്ടിച്ച് വിടുകയാണ്. സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറയില്ലേ, നമ്പർ 2 എന്നാ ദുബൈയിലൊക്കെ പറയുന്ന പേര്, ഡയറിയിലൊക്കെ പറയുന്ന പേര്. നമ്പർ 2ന്റെ ബിസിനസ്. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് സാധനം വിൽക്കുക അല്ലെ? റോളക്സ് വാച്ചൊക്കെ 200 രൂപയ്ക്ക് 200 ദിർഹമിന്. ഒറിജിനലാന്ന് പറഞ്ഞ് റൂട്ട് കൂടെ ഇറങ്ങി വിളിക്കാല്ലേ. സാംസങ്ങിന്റെ ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, എന്താ ചെറുപ്പക്കാരുടെ കയ്യിലൊക്കെ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. ഗാലക്സി 4ഓ നോട്ട് 2ഓ ഇതൊക്കെ 3ഓ ഇതൊക്കെ കൊടുക്കുക. 100 രൂപ മതി. എന്തേ കണ്ടവന്റെ ഇത് അടിച്ചു മാറ്റി കൊണ്ടുവന്നതാ, അല്ലെങ്കിൽ വല്ല ഡ്യൂപ്ലിക്കേറ്റ്. എന്നിട്ട് കൊച്ചു വിലക്ക് കൊടുക്കുക. വിൽക്കണോ പടച്ചോനെ, എന്തോ ഒരു നല്ല കച്ചവടക്കാരൻ. ഞാനാണെങ്കിൽ ഇത് വാങ്ങാൻ കൂടി നടക്കുകയാണ്. ഇന്ത്യ ബജറ്റിൽ വെക്കുന്ന ഫോൺ കിട്ടിയല്ലോ. ഇവനെ പറ്റിക്കുകയാണ്. നോക്കിയത് വർക്ക് ചെയ്യൂല. യാ അല്ലാഹ്, വഞ്ചന. ഇങ്ങനെ കച്ചവടങ്ങൾ, വഞ്ചന വന്നില്ലേ? ജീവിത ചെലവ് വർദ്ധിക്കും. മഴ കിട്ടാത്ത അവസ്ഥകൾ വരും, മഴ പെയ്യാതെ വരും. ചെലവ് വർദ്ധിക്കും. ഭരണാധികാരികളിൽ നിന്ന് അക്രമങ്ങൾ അവർക്കുണ്ടാകും. ഭരണാധികാരികൾ അക്രമികളായി മാറുക. ഭരണാധികാരികളിൽ നീതി ലഭിക്കാത്ത അവസ്ഥ വരും. ഇതിന് ഭരണാധികാരികളെ ഭരണകൂടത്തെ ചീത്ത പറയല്ല, നിന്റെ കച്ചവടത്തിലേക്ക് നോക്ക്. നീ അവിടെ പ്രശ്നമായപ്പോ അല്ലാഹു ഇങ്ങനെ അതിന് പ്രതികാരം ചെയ്യുകയാണ്, ശിക്ഷിക്കുകയാണ്. 3 റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ വലൗലൽ ബഹായിം ലം യുംതറൂ. സകാത്ത് കൊടുക്കാതിരുന്നാൽ ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ, ആകാശത്ത് നിന്ന് അല്ലാഹു കൊടുക്കേണ്ട മഴവെള്ളം കൃത്യമായ അളവ് അല്ലാഹു വെച്ചിട്ടുണ്ട്. അല്ലാഹു കൊടുക്കൂല, അല്ലാഹു കൊടുക്കില്ല. വലൗലൽ ബഹായിം ലം യുംതറൂ, മൃഗങ്ങളില്ലായിരുന്നുവെങ്കിൽ, കന്നുകാലികളില്ലായിരുന്നുവെങ്കിൽ, പക്ഷികളും പറവകളും വെള്ളത്തിന് ദാഹിക്കുന്നവയുണ്ടല്ലോ, മൃഗങ്ങളുണ്ടല്ലോ വെള്ളത്തിന് ദാഹിക്കുന്നവ, അവകളില്ലെങ്കിൽ ഒരിറ്റ് വെള്ളം പോലും അല്ലാഹു കൊടുക്കില്ല. സകാത്ത് കൊടുക്കാത്ത സമൂഹത്തിനെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടത്തിന് സകാത്തില്ലേ? ബിസിനസിന് സകാത്ത് കൊടുക്കണ്ടേ? വീടുകളിൽ ഉപയോഗിക്കാതെ സൂക്ഷിക്കാൻ മാറ്റിവെച്ചിട്ടുള്ള സമ്പത്ത്, സ്വർണത്തിൽ സകാത്തില്ലേ? 10.5 പവന്റെ മുകളിൽ നമ്മൾ സൂക്ഷിക്കാൻ നിയ്യത്ത് ചെയ്തിട്ട് പൈസയായിട്ട് കടന്നോട്ടെ, ഉപയോഗിക്കാനല്ല, സൂക്ഷിക്കാൻ വേണ്ടി മാറ്റിവെച്ച 10.5 പവന് മുകളിലുള്ള എത്രയുണ്ടോ അതിന്റെ 2.5 2.5% സകാത്തിന്റെ സ്വത്താണ്. നിന്റേതല്ല, അല്ലാഹുവിന്റേതാണ്. ആരാ കൊടുക്കുന്നത്? സ്വർണ്ണങ്ങളങ്ങനെ ലോക്കറിൽ കൊടുക്കുന്ന സ്വർണ്ണത്തിനൊക്കെ സക്കാത്ത് കൊടുക്കണ്ടേ? അവൻ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അവന്റെ നീയത്തുൽ ഇദ്ദിഹാർ, സൂക്ഷിച്ചു വെക്കാനാ പ്ലാന്. പൈസയായിട്ട് കടന്നോട്ടെ, സ്വർണ്ണല്ലേ, എപ്പോഴെങ്കിലും എടുക്കാലോ. പെണ്ണിന് ആഭരണമായി അണിയാനല്ല, അവൾ അണിയുന്നതല്ല, അവൾ അണിയാത്തത്, ആഭരണമായി അണിയാൻ തീരുമാനിക്കാത്തത്, ആഗ്രഹിക്കാത്തത്, സമ്പത്തായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മുഴുവൻ 10.5 പവന് മുകളിലുള്ള സ്വർണത്തിന് സകാത്ത് കൊടുക്കണം. ഓരോ വർഷവും അതിന്റെ 2.5%, 2.5 പവൻ എന്നല്ല, എത്രയാണ്? 50 പവന് 50 പവന്റെ 2.5%, 2.5% സകാത്താണ്. കൊടുത്തേ പറ്റൂ, നമ്മുടേതല്ല, കൊടുത്തല്ലേ പറ്റൂ. അങ്ങനെ കച്ചവടത്തിനുണ്ട്, ബിസിനസ്സുകൾക്കുണ്ട് അല്ലേ? എവിടെ എന്നോട് ഫത്വ ചോദിക്കും. സംശയമുള്ള ആളുകൾ അതിന്റെ കൃത്യമായ കണക്കെടുക്കണം. കിട്ടാനുള്ള പൈസയാണെങ്കിൽ നമ്മൾ എത്ര ഉഷാറിലെടുക്കും ഇതൊക്കെ അല്ലെ? നമുക്ക് കിട്ടാനുള്ള പൈസയാണെങ്കിൽ അതിന് കണക്കൂട്ടാനും പിന്നെ പ്രയാസമല്ലോ. കൊടുക്കാനുണ്ടാവുമ്പോ ഇതൊക്കെ വലിയ ഇടങ്ങേറിച്ച കണക്കാ സക്കാത്തിന്. അത് അറിയുന്ന ആൾക്കാർക്ക് കൊടുക്കും. എത്ര ആപ്പുകളുണ്ട് സക്കാത്ത് കണ്ടുപിടിക്കുക, എത്ര സോഫ്റ്റ്വെയറുകൾ ഉണ്ടെന്നാണ്. വളരെ ഈസിയാണ്, വളരെ എളുപ്പമാണ്. സക്കാത്ത് കൊടുക്കണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അങ്ങനെ ആളുകളെ കൊണ്ട് ഇത് മുസ്ലിം ചെയ്താൽ അമുസ്ലിമിന്റെ പോലെ മഴ കിട്ടാത്ത അവസ്ഥ വരുന്നതായി പറയുന്നു. ഇതാണ് ഹദീസ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മഴ കിട്ടൂല. പിന്നെ മൃഗങ്ങളില്ലേ, അവർക്ക് വേണ്ടി അല്ലാഹു അല്പം ഇറക്കി കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. വലം യൻഖുദു അഹദല്ലാഹ്. നാലാമത്തേത് 5 വിഷയ പറഞ്ഞത്. വലം യൻഖുദു അഹദല്ലാഹി വഅഹദ റസൂലിഹി ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവൻ മിൻ ഗൈരിഹിം ഫഅഖദു മാ ഫീ ഐദീഹിം. അല്ലാഹുവിനോടുള്ള കരാർ പൊളിച്ചു കളഞ്ഞാൽ